ജൂലൈ 1, 2026. ഇന്നത്തെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇന്ന് ഇന്ത്യയുടെ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്ന ദിവസം. എന്തുകൊണ്ടാണ് ജൂലൈ 1 ഡോക്ടറുടെ ദിനമായി ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണ ഒരു ഉത്തരമായിരിക്കും എന്ന് തോന്നുന്നില്ല. എങ്കിലും ഭൂരിഭാഗം ആൾക്കാർക്കും അറിയുണ്ടാവും. കാരണം 1882 ജൂലൈ 1 ഡോക്ടർ BC റോയുടെ ജന്മദിനവും 1962 ജൂലൈ 1 ചരമദിനവും രണ്ടും ഒരു ദിനം, കൊല്ലം മാത്രം വ്യത്യാസം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ആചരിക്കുന്നതായിട്ട് 1991 ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻകാർ ഏർപ്പെടുത്തിയതാണ് ഈ സംരംഭം. കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടി പറയട്ടെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഒരു മെഡിക്കൽ കോളേജ് വന്നത് തിരുവനന്തപുരത്താണ്, സർക്കാർ മെഡിക്കൽ കോളേജ്. പണ്ട് കന്യാകുമാരി ജില്ല കേരള വിഭജനത്തിന് മുമ്പ് തിരുവനന്തപുരമായിരുന്നു. ട്രാവൻകൂർ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഭാഗമായി. അവിടുന്ന് CO കരുണാകരൻ സമ്പൽ സമൃദ്ധമായ ഒരു സുപ്രസിദ്ധ തറവാട്ടിൽ നിന്നാണ്. ഇവിടെ അഡ്മിഷൻ കിട്ടാത്തത് കാരണം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS ബിരുദം നേടിയതിന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോകുകയും അവിടെ നിന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുണ്ടാവും. പെൻസിലിൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിന് സുഹൃത്തായി കിട്ടി. 1948 തുടങ്ങിയ ആ ഉദ്യമം കഠിന പരിശ്രമത്തിലൂടെയാണ് ആദ്യത്തെ പ്രിൻസിപ്പളായി മാറി CO കരുണാകരൻ ഡോക്ടറെയും ഈ ഇടവേളയിൽ ഞാൻ ഓർത്തു പോകുന്നു. മാത്രമല്ല, ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ വേളയിൽ ആ ഡോക്ടറെയും ഞാൻ സ്മരിക്കുന്നു. ആദ്യത്തെ വനിതാ ഡോക്ടറായിട്ട് 9 മാസം 9 വയസ്സ് ഇരിക്കുമ്പോൾ, അന്ന് ശൈശവ വിവാഹമുള്ള കാലം, മറാഠി ആനന്ദി എന്ന് പറഞ്ഞ കുട്ടീനെ ആനന്ദി ജോഷിയേക്കാൾ 20 വയസ്സ് പ്രായമുള്ള റാവു ജോഷിയെ വിവാഹം ചെയ്തു. 14-ാമത്തെ വയസ്സിൽ ഒരു ആൺകുഞ്ഞിന് ജന്മമേകി. അപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ ആൺകുഞ്ഞ് വൈദ്യസഹായം ലഭിക്കാതെ മരണപ്പെട്ടു. അപ്പോൾ റാവു ജോഷിക്ക് തോന്നി, പുരോഗമന ചിന്താഗതിക്കായ അദ്ദേഹം സ്വന്തം ഭാര്യയെ പെൻസിൽവാനിയയിൽ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് പെൻസിൽവാനിയയിലെ മെഡിക്കൽ കോളേജിൽ ചേർത്തി. 21-ാമത്തെ വയസ്സിൽ ആ മഹത്വത്തി ആനന്ദ് ജോഷി മരണപ്പെടുകയും ചെയ്തു. വേറൊന്നും കൊണ്ടുമല്ല, ക്ഷയരോഗം വന്നിട്ട്. കൊലാപുരി മെഡിക്കൽ ഇൻചാർജായി സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് 22 വയസ്സ് പൂർത്തിയാകും മുമ്പേ മരണപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അറിയാതെ കണ്ട് ഓർത്തുപോകും. ഞാൻ ഈ മേഖലയിലോട്ട് വരാൻ പ്രധാന കാരണം
ഡോക്ടർ സുരേഷ്, ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ ദീപക്കിനെ നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര അറിയണ്ടാവില്ല. ദീപക്. പിന്നെ മെഡിക്കൽ കോളേജിൽ കുറച്ച് നാളത്തെ സേവനം 1999. അതിനു മുമ്പ് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്റ്റലിൽ കുട്ടികളുടെ ഇടയിൽ ഹോസ്റ്റൽ വാർഡനായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ചെറിയാൻ പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്. എല്ലാ ഡോക്ടർമാരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്രയും നീണ്ട ലിസ്റ്റുകളുണ്ട്. ഇന്നും മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിന് പ്രചോദനം നൽകി എല്ലാ ഡോക്ടർമാരെയും ഞാൻ ജീവന് തുല്യം ഒരു കാണപ്പെട്ട ദൈവമായി കണക്കാക്കിക്കൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ എന്നെ ഞാനാക്കി മാറ്റിയ അഞ്ജലി കാളൈ, ഡോക്ടർ സുവർണ നാലപ്പാട്, ബ്ലഡ് ബാങ്കിലുണ്ടായിരുന്ന MD പണിക്കർ. 2001 ഞാൻ ലാബറട്ടറിയിൽ ഫെബ്രുവരി 13 ജോയിൻ ചെയ്തത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനൊരു ജോലി അവിടെ കിട്ടുന്നു. എൻ്റെ കഴിവിൻ്റെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അക്കൂട്ടത്തിലാണ് ഡോക്ടർ അൽപ്പന ശ്രീവാസ്തവ, ഡോക്ടർ CB ഗോപിനാഥ്. പേരുകൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഡോക്ടർമാർ ഇന്ന് ധാരാളമുണ്ട്. പക്ഷേ തിരുവില്ലാമലയിൽ ആസ്പത്രികളുണ്ട്. 6 മണി കഴിഞ്ഞാൽ ചികിത്സ കിട്ടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉള്ള റൂറൽ ഏരിയയിൽ ഉള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. പിന്നെ കൂട്ടത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും ഞാൻ കാണപ്പെട്ട ദൈവങ്ങളായിട്ടാണ് കണക്കാക്കുക. നന്ദി, നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഈ കഥ, എൻ്റെ അനുഭവ കഥകൾ, ഓരോ ഡോക്ടറെ പരിചയപ്പെട്ട രീതിയും, രാധാമണി ടീച്ചറെ പുതുക്കിയ രീതിയും എല്ലാം പറയാനുണ്ടെങ്കിൽ നീണ്ട കഥകളായിരിക്കും. അമ്മിണി മാഡം തൊട്ട് തുടങ്ങേണ്ടി വരും, അത് സുരേഷിന് തൊട്ട് തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഡോക്ടർ രാധാമണി ടീച്ചറെ തൊട്ട് തുടങ്ങേണ്ടി വരും, ആരെത്തും, അല്ലെങ്കിൽ ഇന്ത്യൻ നാസിക്കിലെ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെയും തൊട്ട് തുടങ്ങേണ്ടി വരും. ഡോക്ടർ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ പയ്യനെ പറ്റി, അങ്ങനെ പലരും പല രീതിയിലും എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. എഴുത്തുകാരാണെങ്കിലും ശരി, അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിവുണ്ട് എങ്കിൽ അത് കഠിന പ്രവർത്തനത്തിലൂടെ നേടാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, തുടരൂ എന്ന് പറഞ്ഞു. ഞാൻ കുറേ എഴുത്തുകാരെ സമീപിച്ചു. അവരെല്ലാം ഒരേ അഭിപ്രായം, എഴുതിക്കൊണ്ടിരുന്നാൽ തെറ്റിദ്ധരിച്ചു തരും. അങ്ങനെ ഞാൻ ജിടെക്കിലോട്ട് യാത്രയായി. പക്ഷെ ഇന്ന് ജിടെക്കിൽ പോകണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. അതിലൊരു ദുഃഖമുണ്ട്. പിന്നെ മറക്കാൻ പറ്റാത്ത ദിവസം 2015 ഒക്ടോബർ 28 ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസുഖം കൂടി. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. അന്ന് റെസ്റ്റ് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നും ഞാൻ അവിടെ തുടർന്നേനെ. 4-5 കൊല്ലം കൂടി പിന്നെയും അവിടെ തുടരാം. പക്ഷെ അത് എന്തോ ദൈവം അനുഗ്രഹിച്ചില്ല. എങ്കിലും കുറച്ച് നാളത്തെ നിങ്ങളുടെ കൂടെയുള്ള ആ സഹവാസം എന്നെ ഒരു അറിയപ്പെടുന്ന ചെറിയൊരു വ്യക്തിയാക്കി മാറ്റി. നന്ദി, നമസ്കാരം.